മാഡം ഈ കണ്ടെയ്നറിനെ പറ്റി ചോദിക്കുന്നെങ്കിൽ അത് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അത് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റോ അല്ലെങ്കിൽ NDRF അത് ഹാൻഡിൽ ചെയ്യുന്നത്. എനിക്ക് കോസ്റ്റ് ഗാർഡ് എന്തോ ഓപ്പറേഷൻ ചെയ്യുന്നത് വെച്ചാൽ അതിനെ പറ്റി പറയാം. അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ കോസ്റ്റ് ഗാർഡ് അവർക്ക് IR ക്യാമറാസ് ഉണ്ട്. ആ IR ക്യാമറാസ് വെച്ചിട്ട് എവിടെയൊക്കെ ഓയിൽ സ്പില്ലേജ് ഉള്ളതെന്ന് വെച്ചാൽ അതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ഒരു ഓയിൽ സ്പിൽ സ്പ്രെഡ് എന്ന് പറഞ്ഞ സ്പ്രേ ഉണ്ട്, അത് സ്പ്രേ ചെയ്യുമായിരുന്നു ഫുൾ നൈറ്റ്. അതല്ലാതെ ഇന്നലെ ചെന്നൈന്ന് ഒരു കോസ്റ്റ് ഗാർഡിന്റെ സ്പെഷ്യലൈസ്ഡ് ഡോണിയർ എയർക്രാഫ്റ്റ് ഉണ്ട് വിത്ത് ഈ പൊല്യൂഷൻ റെസ്പോൺസ് എക്യുപ്മെന്റ്സിന്റെ കൂടെ ഉള്ള. അത് ഇന്നലെ ചെന്നൈന്ന് ഡിസ്പാച്ചായി ഇവിടെ വന്നിട്ടുണ്ട്. അതിന്ന് രാവിലെ ടാസ്കിങ് ചെയ്തായിരുന്നു, ഫ്ലൈ ചെയ്തായിരുന്നു. അതിപ്പോൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫർദർ അനലൈസിസ് ചെയ്തിട്ട് പറ്റുള്ള എത്ര ഏരിയയിലുണ്ടെന്ന്. പിന്നെ ബോംബെന്ന് ഒരു പൊല്യൂഷൻ കൺട്രോൾ വെസൽ ഉണ്ട്. അതും അവിടെ നിന്ന് രാവിലെ ഡിസ്പാച്ച് ആവും ഈ ഏരിയയിൽ വന്നിട്ട് ഫർദർ ഓഗ്മെന്റ് ചെയ്യാൻ പൊല്യൂഷൻ റെസ്പോൺസ് ആക്ടിവിറ്റീസ്. ഇതാ കോസ്റ്റ് ഗാർഡിന്റെ ഓപ്പറേഷൻസിൽ ഒരു ഇതുവരെ നടന്നിട്ടുള്ളത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് ഇനി? സ്റ്റാർട്ടിങ്ങില് 2 ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു കോസ്റ്റ് ഗാർഡിനും ഇന്ത്യൻ നേവിക്കും ഉള്ളത്. ക്രൂനെ സേവ് ചെയ്യുക, സെക്കൻഡ് കോസ്റ്റ് ഗാർഡിന് പൊല്യൂഷൻ റെസ്പോൺസ്. സോ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തു 100%. സെക്കൻഡ് ഒബ്ജക്റ്റീവ് പൊല്യൂഷൻ റെസ്പോൺസ്, അത് ഓൺഗോയിങ് ആണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. അത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.